ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റേഞ്ചിൽ കുടുങ്ങിയിട്ട് ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകിയ നിഫ്റ്റി ഇന്ന് 24,600 താഴെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 24,600-നും 24,670-നും ഇടയിലാണ് നിഫ്റ്റി ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ, വീക്കിലി എക്സ്പയറി ഡേ ആയിട്ട് പോലും ട്രേഡ് ചെയ്തത്. അപ്പോൾ തുടർച്ചയായി 7ാമത്തെ ആഴ്ചയും വീക്കിലി ലോസിൽ ക്ലോസ് ചെയ്യുക എന്ന അസാധാരണമായൊരു സാഹചര്യം ഇന്ന് ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ 24,600 എന്ന നിർണായക ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തത് മാർക്കറ്റിൽ വരാൻ പോകുന്ന 3 ദിവസത്തെ ആ ഒരു ട്രേഡിംഗ് ഹോളിഡേ അല്ലെങ്കിൽ ആ ലോങ് വീക്കെൻഡ്, അതിനിടയിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു മൺഡേ ഓപ്പണിംഗ് ഉണ്ടാവും എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ്. അപ്പോൾ ഇന്ന് പൊതുവെ സെക്ടറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമ്മൾ കാണുന്നത്. വലിയ തോതിലുള്ള മൂവൊന്നും സെക്ടറുകളിൽ നടന്നിട്ടില്ല. എന്നാൽ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൽ കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലൊക്കെ കൂടുതൽ ഹോൾഡിംഗ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നെഗറ്റീവ് പോർട്ട്ഫോളിയോ ആയിരിക്കും അവർക്ക് കാണാൻ കഴിയുക. അപ്പോൾ 41% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 54% സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് S&P ഗ്ലോബൽ പ്രസിദ്ധീകരിച്ചത് കാണാം. S&P ഗ്ലോബൽ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഏജൻസിയാണ്. US ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു റേറ്റിംഗ് ഏജൻസി അവർ ഇന്ത്യയുടെ ആ സോവറിൻ റേറ്റിംഗ് BBB എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് അത് BBB- ആയിരുന്നു. കൂടാതെ ഇന്ത്യയുടെ എക്കണോമിക് ഔട്ട്ലുക്ക് സ്റ്റാബിൾ എന്ന ലെവലും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു കാര്യമാണ്. കാരണം 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് S&P ഗ്ലോബൽ ഇന്ത്യക്ക് നൽകുന്നത്. അപ്പോൾ നാളത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പായിട്ട് ഇത്തരം ഒരു പോസിറ്റീവ് ന്യൂസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ്. കൂടാതെ ട്രംപിൻ്റെ ആ ഒരു 50% താരിഫ്, അതിൻ്റെ ഒരു സാഹചര്യത്തിൽ തികച്ചും വീക്കായി നിൽക്കുന്ന മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇത് തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതുകൂടാതെ S&P ഗ്ലോബൽ ഇന്ത്യയുടെ ആ ഒരു ഷോർട്ട് ടേം റേറ്റിംഗ് A3-യിൽ നിന്ന് A2-ലേക്കും ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റീറേറ്റിംഗ് ചെയ്തപ്പോൾ S&P ഗ്ലോബൽ പറയുന്നത് ഈ US താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരം ഇഷ്യൂസ് ഇന്ത്യൻ എക്കണോമിയിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് അവരതിനെ കാണുന്നത്. കാരണം ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് മേജറായിട്ട് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ല. 60% അവരുടെ ട്രേഡ് ഡൊമസ്റ്റിക് കൺസംഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ ഒരു ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ആണെങ്കിൽ പോലും ഈ 50% താരിഫ് അതവർ ഒരു സംശയാസ്പദമായിട്ടാണ് പറയുന്നത്. അത് നടക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. അത് നടക്കണമെന്ന് നിർബന്ധമില്ല എന്നൊരു സൂചന അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് അത് നടന്നാൽ പോലും അത് ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്തിനെ വലിയ തോതിലുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഡ്രാഗ് കൊണ്ടുവരില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ട് S&P ഗ്ലോബലിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇപ്പോൾ പുവർ ഏർണിങ്സും അതേപോലെ തന്നെ FIIയുടെ ഭീകരമായിട്ടുള്ള സെല്ലിങ്ങും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു റേറ്റിംഗ് ആണ് ഇപ്പോൾ S&P ഗ്ലോബൽ നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്ക് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. 10% ഒരു റാലിയാണ് ഈ സ്റ്റോക്കിൽ നടന്നത്. ഇപ്പോൾ തകർപ്പൻ റിസൾട്ടാണ് മുത്തൂറ്റ് ഫിനാൻസ് കൊണ്ടുവന്നത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 54% റവന്യൂ ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിലാണെങ്കിൽ 89% വമ്പിച്ച ഗ്രോത്ത്. കൂടാതെ സീക്വൻഷ്യലായിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 17% സെയിൽസ് ജമ്പും 35.7% പ്രോഫിറ്റ് ജമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ട് സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ബൈങ്ങിന് കാരണമായിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ PE റേഷ്യോ 18 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PE 21.8 ആണ്. അപ്പോൾ അതിലും താഴെയാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ PE എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണിത്. ഇപ്പോൾ അത് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റോക്ക് പരിഗണിക്കാവുന്ന ഒരു ബൈങ് റേഞ്ചിൽ എത്തുമ്പോൾ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണിത്. ഇപ്പോൾ 2500 എന്നുള്ള ആ ഒരു ലെവൽ ഇതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സ്റ്റോക്കാണ് ICICI ബാങ്ക്. ICICI ബാങ്കിന്റെ സ്റ്റോക്ക് ഇന്ന് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ICICI ബാങ്കിന്റെ മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വിവാദമായത്. കാരണം അവർ നിലവിൽ 10,000 രൂപയാണ് നഗരങ്ങളിലുള്ള ഈ മിനിമം ബാലൻസ് റിക്വയർമെന്റ്.
അത് ഗ്രാമപ്രദേശങ്ങളിൽ 5000 രൂപയുമായിരുന്നു. അതിനെയാണ് ഇവർ ഒരൊറ്റ അടിക്ക് അർബൻ സിറ്റികളിൽ താമസിക്കുന്നവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം 50,000 രൂപ ബാലൻസ് വെക്കണമെന്ന് ഒരു നിർദ്ദേശം വെച്ചത്. അതേപോലെ സെമി അർബൻ മേഖലകളിൽ അത് 25,000 രൂപയായിട്ടും റൂറൽ മേഖലകളിൽ 10,000 രൂപയായിട്ടും അത് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്രയും തുക സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ 500 രൂപയാണ് പിഴ ഈടാക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ പുതുതായിട്ട് അക്കൗണ്ട് തുടങ്ങുന്നവർക്കാണ് ഇത് ബാധകമാവുക. അപ്പോൾ ഇത്തരം ഒരു നീക്കം അവർ നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബാങ്കിന്റെ പ്രവർത്തന ചെലവ് കുറക്കാനും 50,000 രൂപക്ക് മുകളിൽ ബാലൻസ് സൂക്ഷിക്കുന്ന പ്രീമിയം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മെച്ചപ്പെട്ട പ്രീമിയം സേവനം നൽകാനാകുമെന്ന് ബാങ്ക് കരുതുന്നുണ്ട്. കാരണം ഇപ്പോൾ ബാങ്കുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി മെച്ചപ്പെട്ട റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് ഓഹരി വിപണിയിലേക്ക് നിക്ഷേപങ്ങൾ മാറ്റുകയാണ്. അത് ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ടിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. പലരും അവരുടെ സമ്പാദ്യം സൂക്ഷിക്കുന്നതിന് പകരം UPI പോലുള്ള പണമിടപാടുകൾ നടത്താൻ വേണ്ടി മാത്രമാണ് അക്കൗണ്ടുകൾ നിലനിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രോഫിറ്റ് ലഭിക്കാത്ത ഇത്തരം ആക്ടിവിറ്റീസ് സംബന്ധിച്ചിടത്തോളം ബാങ്കുകളുടെ പ്രവർത്തന ചെലവ് വലിയ തോതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മിനിമം ബാലൻസ് നിലനിർത്താൻ പറയുന്നത് എന്നാണ് ICICIയുടെ ഒരു വാദം. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം RBIക്ക് നേരെ പല വിധത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. RBI എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണം ഉയർന്നിരുന്നു. അപ്പോൾ RBI അവിടെ കൈ മലർത്തിയാണ് ഉണ്ടായത്. കാരണം അതാത് ബാങ്കുകളാണ് ഈ കാര്യം തീരുമാനിക്കേണ്ടതെന്നും RBIക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ലെന്നുമാണ് RBI വ്യക്തമാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു തീരുമാനം RBI എടുത്തോടുകൂടി അത് മറ്റ് ബാങ്കുകളും ഈ ICICIയുടെ പാത പിന്തുടരുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ബാങ്കിങ് സെക്ടറിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രാപ്യമായ ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജയ് കൊട്ടാക് പറഞ്ഞത് 90% ഇന്ത്യക്കാരും അവരുടെ ശമ്പളം എന്ന് പറയുന്നത് ആവറേജ് 25,000 രൂപയാണ് പെർ മന്ത്. അപ്പോൾ അത്തരം 25,000 രൂപ മാത്രം ശമ്പളമുള്ള ആളുകളോട് 50,000 രൂപ മിനിമം ബാലൻസ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് തികച്ചും അൺറിയലിസ്റ്റിക് ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഏതായാലും ഇത്തരം വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ICICI ബാങ്ക് ഇപ്പോൾ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. അവരിത് റിവൈസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ 50,000 എന്നുള്ളത് 15,000 രൂപയായിട്ട് കുറച്ചിരിക്കുകയാണ്. അതുപോലെ സെമി അർബൻ മേഖലകളിൽ അത് 7,500 ആയിട്ടും കുറച്ചിട്ടുണ്ട്. അതുപോലെ റൂറൽ മേഖലകളിൽ അത് 2,500 രൂപയായിട്ടും കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മിനിമം ബാലൻസ് സൂക്ഷിക്കണം, പക്ഷെ അത് ഗണ്യമായി കുറച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് കാണാനും കഴിഞ്ഞു. ഇനി മറ്റൊരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള സുസ്ലോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 60 രൂപ റേഞ്ചിലാണ്. 86 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കായിരുന്നു സുസ്ലോൺ. അവിടെ നിന്ന് ഇപ്പോൾ 30% ഒരു ഡ്രോപ്പാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വന്ന റിസൾട്ട് അത് ഇയർ ഓൺ ഇയറിൽ സെയിൽസ് റവന്യൂ കൂടിയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് സിംഗിൾ ഡിജിറ്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസും പ്രോഫിറ്റും നെഗറ്റീവിലാണ് ഉണ്ടായിരുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നൊവാമ പോലെയുള്ള ബ്രോക്കറേജ് ഏജൻസികൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നൊവാമ പറയുന്നത് ഇവരുടെ ഒരു ഓർഡർ ബുക്ക്, അതായത് 5.7 ഗിഗാവാട്ടിൻ്റെ ഒരു ഓർഡർ ബുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ നല്ലത് തന്നെയാണെന്നാണ് നൊവാമ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ അവർ FY26ലെയും FY27ലെയും ഏർണിങ്സ് നേരിയ തോതിൽ അവരുടെ എസ്റ്റിമേറ്റ് കുറച്ചതായിട്ട് കാണാം. ഇപ്പോൾ 4% FY26ൽ കുറച്ചിട്ടുണ്ട്. അതുപോലെ FY27ൻ്റെ EPS 1% കുറച്ചതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ FY26ൽ സുസ്ലോൺ പറയുന്നത് 444 മെഗാവാട്ടിൻ്റെ ഒരു എക്സിക്യൂഷനാണ്. ഇത് നൊവാമയുടെ എക്സ്പെക്ടേഷനേക്കാൾ കുറവാണ്. അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ നൊവാമയുടെ എക്സ്പെക്ടേഷനേക്കാൾ 6% താഴോട്ടേക്കാണ് ഇതിൻ്റെ EPC മിക്സ് വന്നിട്ടുള്ളത് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സുസ്ലോണിൻ്റെ പ്രൊജക്റ്റുകളുടെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ വന്ന ഈ ഒരു സോഫ്റ്റ്വെയർ റിയലൈസേഷൻ കാരണം ഇവർ ടാർഗറ്റ് 68 നിന്ന് 67 ചുരുക്കിയതായിട്ട് കാണാം. അത് നേരിയൊരു ടാർഗറ്റ് റിവൈസ് മാത്രമാണ്. കാരണം സുസ്ലോണിൻ്റെ എബിറ്റ മാർജിൻ കുറച്ചുകൂടി ഇംപ്രസീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് എസ്റ്റിമേറ്റ് ചെയ്ത 17.4 നിന്നും കൂടുതലായിട്ട് 19.1 കാണാം. അപ്പോൾ അത് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ട് പോലും അവരുടെ മാർക്കറ്റ് പ്രസൻസ് 30% എന്നുള്ള ഒരു ഷെയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ അതിൻ്റെ ടെൻഡറുകൾ നേടുന്ന കാര്യത്തിൽ സുസ്ലോൺ ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറായിട്ടാണ് നൊവാമ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായ ഹിമാൻഷു മോഡി റിസൈൻ ചെയ്തത് ഈ August 31 എന്നുള്ള ഡേറ്റ് എഫക്റ്റീവായിട്ടാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹമാണ് ഈ കമ്പനിയെ റീസ്ട്രക്ചർ ചെയ്തത്. അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഡെറ്റിൽ വലിയ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്ന കമ്പനിയെ ആ ഡെറ്റ് റീസ്ട്രക്ചറിങ്ങിലൂടെ തിരിച്ചു കൊണ്ടുവന്ന ആളായിരുന്നു ഹിമാൻഷു മോഡി. അപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തത്. അപ്പോൾ അതിന് പകരം ആളെ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ സുസ്ലോൺ ഉള്ളത്. അത് കമ്പനിയെ വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിക്കില്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഏതായാലും നൊവാമ പോലെയുള്ള
ബ്രോക്കറേജ് ഏജൻസികൾ ഇതിന്റെ ടാർഗറ്റ് നേരിയ തോതിൽ കുറച്ചത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഷോർട്ട് ടേമിൽ സ്വിസ് വലിയൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. എങ്കിലും ലോങ് ടേമിൽ ഇതിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇപ്പോഴും വളരെ സ്ട്രോങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. പ്രത്യേകിച്ച് വലിയ ഓർഡർ ബുക്കുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഭാവി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇതുപോലെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് JSW സിമെന്റ്. ഇതിന്റെ IPO 153 എന്ന പ്രൈസിലാണ് NSEയിൽ ലിസ്റ്റ് ചെയ്തത്. അതായത് IPO പ്രൈസ് ആയിട്ടുള്ള 147 ഏകദേശം ഒരു 4% ഒരു അപ്സൈഡ് ഒരു ലിസ്റ്റിംഗ് ഗെയിനിലൂടെയാണ് ലിസ്റ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് ആ തുടക്കത്തിൽ നേടിയ ആ ലിസ്റ്റിംഗ് ഗെയിൻ നഷ്ടപ്പെടുകയും ഏകദേശം 0.63% ലോസിലാണ് ഈ ഡേ ക്ലോസിംഗ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ JSW സിമെന്റിന്റെ ആ ഒരു ഫൈനാൻഷ്യൽ ഫണ്ടമെന്റൽസ് വളരെ വീക്കായിരുന്നു. സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ഈ ഒരു IPOയിൽ പൊതുവേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നടന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.